ജീവജാലങ്ങളോടുള്ള സ്നേഹവും കരുതലും കാരണം ശ്രദ്ധേയനാവുകയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അസ്ലമിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാം. കോഴിക്കരയിൽ പ്രാവുകൾക്കായി ഓരോ ദിവസവും അരിയും ഗോതമ്പും ഒരുക്കി നൽകി വരികയാണ് വെസ്റ്റ് ബംഗാൾ സ്വദേശിയായ അസ്ലം. 4 വർഷമായി തുടരുന്ന ഈ കാഴ്ച പ്രദേശവാസികളിൽ അധികം ആരും കണ്ടു കാണില്ല. കാരണം തീറ്റ നൽകുന്നത് ടെറസിന് മുകളിലും പുലർകാലത്തുമാണ്. കണ്ടാൽ കണ്ടവരെല്ലാവരും ആകട്ടെ സലാമിനെ സലാം പറയും. ഓരോ ദിവസവും പുലർച്ചെ പ്രാവുകൾ കാത്തിരിപ്പുണ്ടാകും, തീറ്റയുമായി വരുന്ന അസ്ലാമിനെയും പ്രതീക്ഷിച്ച്. അതിനാൽ നാട്ടിൽ പോകുമ്പോൾ തീറ്റ നൽകാൻ പണം കൊടുത്ത് മറ്റു ചിലരെ ചുമതല ഏൽപ്പിക്കുകയാണ് ചെയ്തു വരാറെന്ന് അദ്ദേഹം പറയുന്നു. മലയാളികൾക്ക് ഇതൊരു കൗതുകമല്ലെങ്കിലും ഒരു അന്യസംസ്ഥാനക്കാരൻ ഇവിടെ എത്തി പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന കാഴ്ച കരുണയുടെ ഒരു മനോഹരമായ ഉദാഹരണമാണെന്നാണ് കോഴിക്കര സ്വദേശിയായ അബൂബക്കർ പറയുന്നത്. ഓരോ പ്രഭാതത്തിലും പതിവായി ഭക്ഷണം തേടിയെത്തുന്ന പ്രാവുകൾ കൂട്ടമായി അരിയും ഗോതമ്പും കഴിച്ച് പറന്നു പോകുന്ന കാഴ്ച നാട്ടുകാരുടെ മനസ്സിൽ സന്തോഷം പരത്തുന്നതാണ്. ജീവജാലങ്ങളോടുള്ള സ്നേഹവും കരുതലിന് അതിരുകളില്ലെന്ന് തെളിയിക്കുന്ന ഈ പ്രവൃത്തി പ്രദേശവാസികളുടെ ഇടയിൽ അസ്ലാമിന് വലിയ പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. नाम असलम शेख, वेस्ट बंगाल, मुर्शिदाबाद, सलार थाना, अलीपुर ग्राम पंचायत. इधर केरला में बालाघाट डिस्ट्रिक्ट कोईकरा. इधर हम पैरा को दाना देता है. सुबह 6:30 बजे हर रोज हम पैरा को दाना देता है. हम 5 साल से देते हैं. जब हम घर जाते हैं तो दूसरा आदमी को हम पैसा दे के वो गंदम खरीद के डालते हैं. ഇത് പാലക്കാട് ജില്ലയിൽ കോഴിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. പട്ടാമ്പി താലൂക്കിൽപ്പെട്ട. ഇവിടെ അതിഥി തൊഴിലാളികളായിട്ടുള്ള കുറേ ആളുകൾ ഇവിടെ ജോലിയെടുത്ത് ജീവിക്കുന്നുണ്ട്. ബംഗാളിൽ നിന്ന് വന്ന സുഹൃത്തുക്കളാണ് കൂടുതലും. 5 വർഷത്തിൽ ഏറെയായി അവർ ഈ കോഴിക്കരയിൽ ജോലിയെടുത്ത് ജീവിക്കുന്നു. അതിൽ ഒരു വ്യത്യസ്തനായ ഒരാളാണ് നമ്മുടെ അസ്ലം ഭായി. അദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4-ലധികം വർഷമായി ഇതുപോലെ പ്രാവുകൾ, കാക്കകൾ, ഈ വക പക്ഷികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് അദ്ദേഹം രാവിലെ 6 മണി 7 മണിയുടെ ഉള്ളിലായിട്ട് ഈ കാക്കകൾക്ക് വിതരണം ചെയ്യും. എന്നതിന് ശേഷമാണ് അദ്ദേഹം ജോലിക്ക് പോവാറ്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇഷ്ടംപോലെ മലയാളികൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു ബംഗാളി എന്നതിന് പുറമെ അദ്ദേഹം നാട്ടിലേക്ക് പോകുമ്പോൾ പകരം ഈ ചുമതല നിർവഹിക്കാൻ വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇത് നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്നതാണ്. വിപണിയിൽ 45-50 രൂപ വരെ വിലയുള്ള അരി വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് വാങ്ങിച്ചിട്ട് അദ്ദേഹം ഇത് നിസ്വാർത്ഥമായിട്ട് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂലിയായിരിക്കാം അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക. കണ്ടിന്യൂ ആയിട്ട് ചെയ്യാണ്. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിട്ട് രാവിലെ ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ കണക്ക് പ്രകാരം 500-1000 വരെ പ്രാവുകൾ അദ്ദേഹത്തെ മാത്രം കാത്തിവിടെ ഇരിക്കും. ഇതൊരു കുളിർമയേകുന്ന കാഴ്ചയാണ്. ഭയങ്കര അതിശയമാണ്. ആർക്കും പെട്ടെന്ന് ചെയ്യാൻ കഴിയാത്ത ഈ ഒരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു വ്യത്യസ്തനാക്കുന്നത്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ ചെയ്യുന്ന പ്രവൃത്തിക്ക് ദൈവം തമ്പുരാൻ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.